വെൽക്കം. റഹ്മാനാണ്. നെർവസ് സിസ്റ്റം അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോയിൽ നമ്മൾ തലാമസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അനാട്ടമി ഓഫ് തലാമസ് ആൻഡ് ദ കണക്ഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാം. സോ ആ തലാമസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ഡൈഎൻസെഫലോൺ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് തലാമസിനെ കുറിച്ച് പറയാൻ. ബിക്കോസ് തലാമസ് ഇസ് എ പാർട്ട് ഓഫ് ഡൈഎൻസെഫലോൺ. സോ സെറിബ്രത്തിനെ നമുക്ക് ടെലി എൻസെഫലോൺ എന്ന് വിളിക്കും. ആൻഡ് ഓൾസോ ബ്രെയിൻ സ്റ്റെമിന്റെയും ഇടയിലെ ഭാഗങ്ങളെയാണ് നമ്മൾ ഡൈഎൻസെഫലോൺ ഭാഗം എന്ന് പറയും. ബ്രെയിൻ്റെ ഒരു ഓൾമോസ്റ്റ് മിഡിലാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. തലാമസ് ആണ്. അപ്പോൾ ഏകദേശം മിഡിലാണ് ഈ സാധനം ഇരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദ സെറിബ്രം. സോ എംബഡഡ് എന്നാണ് നമ്മൾ അതിന് പറയാം. സെറിബ്രത്തിന്റെ അകത്തായിട്ട് തന്നെയാണ് കിടക്കുക. ആൻഡ് ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ഫോർ ബ്രെയിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഡൈഎൻസെഫലോൺ. ആൻഡ് ഈ ഡൈഎൻസെഫലോൺ ഞാൻ ഇവിടെ തേർഡ് വെൻട്രിക്കിൾ വരച്ചിട്ടുണ്ട്. ഇത് ലാറ്ററൽ വെൻട്രിക്കിൾ ആണ്, ഇത് തേർഡ് വെൻട്രിക്കിൾ, ഇത് ഫോർത്ത് വെൻട്രിക്കിൾ ആണ്. സോ ഇതിന് ചുറ്റും ഈ ഏരിയയിൽ ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഇരിക്കുക. ഡൈഎൻസെഫലോൺ റൗണ്ട് ചെയ്ത് ചുറ്റി പിരിഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുക. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഎൻസെഫലോണിന്റെ ഉള്ളിലുള്ള ഒരു ക്യാവിറ്റി ആണ് തേർഡ് വെൻട്രിക്കിൾ എന്നും നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് പറയാം. സോ ഇത് ഈ ഓർഗൻസിന്റെ ഉള്ളിലുള്ള ഒരു ക്യാവിറ്റി ആണ് തേർഡ് വെൻട്രിക്കിൾ, അങ്ങനെയും നമുക്ക് പറയാം. ഇനി നമ്മൾ ഡൈഎൻസെഫലോണിനെ പറ്റി പറഞ്ഞാൽ ഡൈഎൻസെഫലോണിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് പാൾസ് വെൻട്രാലിസ് ആണ്. പാൾസ് വെൻട്രാലിസ് എന്ന് വെച്ചാൽ മുൻഭാഗമാണ്. ദെൻ ഒരു പിറകു ഭാഗം. അപ്പോൾ നമ്മൾ പാൾസ് ഡോർസാലിസ് എന്ന് പറയും. സോ ഈ പാൾസ് ഡോർസാലിസിനും പാൾസ് വെൻട്രാലിസിനും ഇടയിൽ ഒരു സൾക്കസ് ഉണ്ട്. അതിന്റെ പേര് ഹൈപ്പോതലാമിക് സൾക്കസ്. സോ ഈ സൾക്കസ് ഉള്ളതുകൊണ്ടാണ് ഇത് രണ്ട് ഭാഗങ്ങൾ ആകുക. ആൻഡ് മുൻഭാഗത്ത് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തുള്ളതാണ് എന്ത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം. ദെൻ അടിയിലായിട്ട് സബ് തലാമസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. സോ മുൻഭാഗത്ത് ഹൈപ്പോതലാമസും സബ് തലാമസും ആൻഡ് പിൻഭാഗത്ത് ഉള്ളതാണ് തലാമസ്. തലാമസിനെ നമ്മൾ ഡോർസൽ തലാമസ് എന്ന് പ്രത്യേകമായിട്ടും സാധാരണ രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. ഇനി ഒരു മെറ്റാ തലാമസ് ഉണ്ട്. ദെൻ ഇത് എപ്പി തലാമസ് ആണ്. ദെൻ ഓൾസോ മെറ്റാ തലാമസ് നമ്മൾ പീനിയൽ ഗ്ലാൻഡ് എന്നും പറയാറുണ്ട്. പിന്നെ നമുക്ക് തലാമസിനെ പറ്റി മാത്രം പറയാം. നമുക്ക് രണ്ട് തലാമസ് ഉണ്ട്. ഒന്ന് തേർഡ് വെൻട്രിക്കിളിന്റെ ഇടതുവശം, ഇത് വലതുവശമാണ്, ഇത് ഇടതുവശമാണ്. സോ ഇടതുവശത്തുണ്ട് ഒരു തലാമസ്, വലതുവശത്തും ഉണ്ട്. ആൻഡ് ഈ തലാമസ് രണ്ടും ഇങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കുകയല്ല, രണ്ടും ഇങ്ങനെ ചേർന്നാണ് ഇരിക്കുക. ആൻഡ് ഈ ചേർന്നിരിക്കുന്നതിനെ നമ്മൾ ഇന്റർ തലാമിക് അഡ്ഹഷൻ എന്നാണ് പറയുക. സോ ലെഫ്റ്റ് തലാമസ് ഉണ്ട്, റൈറ്റ് തലാമസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ദെൻ ഇന്റർ രണ്ടും കൂടി ചേർന്നിരിക്കുന്നതിനെ തലാമിക് അഡ്ഹഷൻ എന്നാണ് പറയുക. ഇന്റർ തലാമിക് അഡ്ഹഷൻ ആണ് രണ്ടും കൂടി ചേർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് തേർഡ് വെൻട്രിക്കിലൂടെ കടന്നു പോകണം. ഞാനത് അങ്ങനെ വരച്ചിട്ടുണ്ട്. തേർഡ് വെൻട്രിക്കിലൂടെ കടന്നു പോകുന്നുണ്ട്. ആൻഡ് ഈ തലാമസിന്റെ പേര് തന്നെ ഇന്നർ ചേംബർ എന്നാണ്. അതിനെ ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ ഇന്നർ ചേംബർ എന്നാണ് ഇതിന്റെ അർത്ഥം. ആൻഡ് തലാമസോ ഇത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയാൽ അടുത്ത പോയിന്റ് തലാമസ് എന്ന് പറയുന്നത് ഓവേർഡ് മാസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. അല്ലെങ്കിൽ ഞാനിത് ബ്രെയിൻ സ്റ്റെമിന്റെ ഭാഗങ്ങൾ വരയ്ക്കാം. ഇത് മെഡുല്ല, ഇത് പോൺസ്, ഇത് മിഡ് ബ്രെയിൻ വരച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ വരയ്ക്കുക അല്ലേ, ഇങ്ങനെയാണ് വരയ്ക്കുക. ഇത് ലെഫ്റ്റ് തലാമസ് ആണെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ റൈറ്റ് തലാമസ് വരുന്നുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ആൻ ഓവേർഡ് ഷേപ്പ് ആണ്. 4 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഡയമെൻഷൻ. 4 സെന്റിമീറ്റർ ഡയമെൻഷൻ ഉണ്ട്. ഡയൻസെഫലോണിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ തലാമസ്. സോ തലാമസ് ആണ് ഏറ്റവും വലിയ ഭാഗം ഓഫ് ദിസ് ഡൈഎൻസെഫലോൺ. ആൻഡ് തലാമസിലധികം ഈ ഗ്രേ മാറ്റർ ആണ് അധികം. സോ സെൽ ബോഡീസ് കൂട്ടം ചേർന്ന ന്യൂക്ലിയസ് ധാരാളം ഉണ്ടാകും. ആൻഡ് ഓൾസോ ദർ ഇസ് വൈറ്റ് മാറ്റർ. ഇനി മൂന്നാമത്തെ പോയിന്റ്, തലാമസിന് 2 പോൾസ് ഉണ്ട്. ഒന്ന് പിറകുവശമാണ്. സോ ദിസ് ഏരിയ പിറകുവശം ഈസ് പോസ്റ്റീരിയർ എൻഡ് ആണ്. പോസ്റ്റീരിയർ പോൾ എന്നോ പോസ്റ്റീരിയർ എൻഡ് എന്ന് വിളിക്കാം. അപ്പൊ മുൻവശമുണ്ട്, ദാറ്റ് ഈസ് ആന്റീരിയർ. ആൻഡ് ദിസ് പിറകുവശം കുറച്ചും കൂടി എക്സ്പാൻഡ് ആണ്, കുറച്ച് തടിപ്പ് കൂടുതലാണ്. ആൻഡ് ഈ ഭാഗത്തെ നമ്മൾ പൾവിനാർ എന്നാണ് വിളിക്കുക. പൾവിനാർ എന്ന് വിളിക്കും. മുൻവശം കുറച്ച് നാരോ ആണ്. ആൻഡ് തലാമസിന് 4 സർഫസ് ഉണ്ട്. ഒന്ന് മുകൾ ഭാഗം, ഈ കാണുന്നത് മുകൾ ഭാഗമാണ്. ആൻഡ് എന്റെ അടിഭാഗം ഇവിടെ ഇരിക്കുന്നത് അടിഭാഗം. സോ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ. ദെൻ 2 തലാമസ് ചേർന്നിരിക്കുകയാണല്ലോ ഇവിടെ. അപ്പൊ ഇത് രണ്ടും കൂടെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നടുവിലൊരു ഉള്ളിലായിട്ട് മീഡിയൽ സർഫസ് ഉണ്ട്. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ദിസ് ഈസ് ലാറ്ററൽ സർഫസ്. സോ 4 സർഫസ് ഓർക്കാൻ സുഖമാണ്. സുപ്പീരിയർ, ഇൻഫീരിയർ, മീഡിയൽ, ലാറ്ററൽ. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് തലാമസ് ഇരിക്കുന്നത് മിഡ് ബ്രെയിന്റെ മുകളിലാണ്. സോ ഇതാണ് മിഡ് ബ്രെയിൻ. ദിസ് ഏരിയ ഈസ് ദ മിഡ് ബ്രെയിൻ ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലാണ്. ആൻഡ് ഇത് രണ്ടിന്റെയും ഇടയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സബ് തലാമസ് ഇതിന്റെ ഇടയിലായിട്ടാണ് ഇരിക്കുക. ആൻഡ് മുന്നിലായിട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഇത്രയും വലുതൊന്നും അല്ല എങ്കിലും ഇവിടെ ഹൈപ്പോതലാമസ് ഉണ്ട് മുൻവശത്ത്. പിറകുവശത്തായിട്ട് എപ്പി തലാമസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഹൈപ്പോതലാമസ്, ഇവിടെ എപ്പി തലാമസ് ഉണ്ട്. ദെൻ തലാമസിന്റെ മുകളിലായിട്ട് കോഡേറ്റ് ന്യൂക്ലിയസ്, ഇങ്ങനെ കോഡേറ്റ് ന്യൂക്ലിയസ് ഇങ്ങനെ പോകുന്നുണ്ട്. മുകളിൽ കോഡേറ്റ് ന്യൂക്ലിയസ് പോകുന്നുണ്ട്. ദെൻ സോ കോഡേറ്റ് ന്യൂക്ലിയസ് ഇസ് ദ പാർട്ട് ഓഫ് ബേസൽ ഗാംഗ്ലിയ ആണ്. ആൻഡ് 2 തലാമസിനും ഇടയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു തേർഡ് വെൻട്രിക്കിൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് ലാറ്ററൽ സൈഡിൽ വൈറ്റ് മാറ്റർ ട്രാക്സുകൾ പോകുന്നുണ്ട്. ഇന്റേണൽ ക്യാപ്സ്യൂൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇങ്ങനെ ഇന്റേണൽ ക്യാപ്സ്യൂൾ നമ്മളിങ്ങനെ വി ഷേപ്പിലാണ് വരച്ചത്. അത് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ആദ്യം തലാമസിലെ വൈറ്റ് മാറ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 വൈറ്റ് മാറ്റർ ഏരിയ ഉണ്ട് തലാമസിനകത്ത്. സോ 3 വൈറ്റ് മാറ്റർ ഏരിയാസ് ഉണ്ട്. മുകൾ ഭാഗത്ത് ഈ സുപ്പീരിയർ സർഫസ് അവിടെ ഇതിനെ കവർ ചെയ്യുന്ന ഒരു തിൻ ലെയർ ഓഫ് വൈറ്റ് മാറ്റർ ഉണ്ട്. ഞാൻ ഇവിടെ വരച്ചിട്ടില്ല. അത് തിൻ ലെയർ വരയ്ക്കുകയാണെങ്കിൽ
ഇങ്ങനെ വരയ്ക്കണം. ഒരു തിൻ ലെയർ ഓഫ് വൈറ്റ് മാറ്റർ ഉണ്ട്. ആൻഡ് ഇതിന്റെ പേര് നമ്മൾ സ്ട്രാറ്റം എന്ന് വെച്ചാൽ ലെയർ എന്നാണ്, സോണൈൽ എന്നാണ് വിളിക്കുക. സ്ട്രാറ്റം സോണൈലാണ് ഒരു വൈറ്റ് മാറ്റർ. ദെൻ പിന്നെ ഉള്ളത് ലാറ്റർ സൈഡിലാണ്. ഇവിടെ ഇതിന്റെ ലാറ്റർ സൈഡ് ആണെങ്കിൽ ഇങ്ങനെയും ഇപ്പുറത്തും ഇങ്ങനെയും. ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇത് വരച്ചിട്ടുണ്ട്. ഇതാണ് ലാറ്ററൽ ആയിട്ടുള്ളത്. ആൻഡ് ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ, പുറത്തുള്ളത് കൊണ്ട് എക്സ്റ്റേണൽ മെഡുലറി ലാമിനെ എന്നാണ് വിളിക്കുക. എക്സ്റ്റേണൽ മെഡുലറി ലാമിനെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വൈറ്റ് മാറ്റർ. ആൻഡ് ഇനി തലാമസിൽ തന്നെയുള്ള വൈറ്റ് മാറ്റർ ആണ്. ഇതിനൊരു വൈ ഷേപ്പ് ആണ്. ഇതാ നോക്കിയാൽ ഇത് വൈ ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇത് പുറത്തുവരണം ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാണ് ആ വൈ ഷേപ്പ് ആയിട്ടുള്ള വൈറ്റ് മാറ്റർ. അപ്പൊ ഇത് തലാമസിൽ തന്നെ ഉള്ളതുകൊണ്ട് അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ പേര് ഇന്റേണൽ മെഡുലറി ലാമിന. അപ്പൊ എക്സ്റ്റേണൽ മെഡുലറി ലാമിന പുറത്തുണ്ട്, ഇന്റേണൽ അകത്തുണ്ട്, ദെൻ സ്ട്രാറ്റം സോണൈൽ. ഇങ്ങനെ 3 വൈറ്റ് മാറ്റർ ട്രാക്സ് ആണ് തലാമസിന് ഉള്ളത്. സോ ഈ ഇന്റേണൽ മെഡുലറി ലാമിന മൂലം തലാമസിനെ 3 ഭാഗമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗം തലാമസ്, ഇവിടെ ഒരു ഭാഗം തലാമസ്, ഇങ്ങനെ ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സോ ഈ വൈ ഷേപ്പ് ഹെഡിന്റെ ഇടയിലുള്ള ഭാഗം ആൻഡ് ഇതിനെ നമ്മൾ ആന്റീരിയർ പോർഷൻ എന്നാണ് വിളിക്കുക. സോ ദിസ് ഈസ് ആന്റീരിയർ പോർഷൻ എന്ന് വിളിക്കും. ആൻഡ് ഇതിന് ഇപ്പുറത്തുള്ള ഭാഗം നടുവിലായതുകൊണ്ട് അതിനെ മീഡിയൽ ഭാഗം, മീഡിയൻ എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് മീഡിയൻ സൈഡിലുള്ളത്. ഇവിടെ വേറെ തലാമസ് ഉണ്ട്. ആൻഡ് അപ്പോൾ ഇത് സൈഡിലുള്ളതിനെ മൊത്തം നമുക്ക് ലാറ്ററൽ തലാമസ് എന്ന് വിളിക്കും. സോ അപ്പോൾ 3 ഭാഗങ്ങളായി. സോ ഇതാണ് നമ്മുടെ വൈറ്റ് മാറ്റർ പോകുന്നത് മൂലം, വൈ ഷേപ്പ് ഇരിക്കുന്നത് മൂലം തലാമസ് മൊത്തത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ഗ്രേ മാറ്റർ ആന്റീരിയർ എന്നും ലാറ്ററൽ എന്നും മീഡിയൻ എന്നും നമുക്ക് തിരിക്കാൻ പറ്റും. സോ ഇതാണ് വൈറ്റ് മാറ്റർ. അപ്പൊ നമുക്ക് ഗ്രേ മാറ്റർ ഓഫ് ദ തലാമസ് ആണ് പറയാനുള്ളത്. ഗ്രേ മാറ്റർ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഒരു തലാമസിന്റെ മുൻവശവും ഒരു തലാമസിന്റെ പുറകുവശമാണ് വെച്ചിരിക്കുന്നത്. സോ ആന്റീരിയർ ഈ ഭാഗത്തുള്ള ഗ്രേ മാറ്ററിനെ നമ്മൾ ആന്റീരിയർ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുക. സോ ദിസ് ഏരിയ ആന്റീരിയർ ന്യൂക്ലിയസ് ആണ്, ഒറ്റ ന്യൂക്ലിയസ് ആണ്. ആൻഡ് മീഡിയൻ ഭാഗത്തെ ഇതിനെ നമ്മൾ മീഡിയൻ ന്യൂക്ലിയ എന്ന് വിളിക്കും. സോ മീഡിയൻ ന്യൂക്ലിയ എന്ന് വിളിക്കാം. ആൻഡ് ലാറ്ററൽ ഈ വലിയ ഭാഗത്തുള്ള ന്യൂക്ലിയെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. ഒന്ന് മുൻഭാഗം, അതിന്റെ തന്നെ മുൻഭാഗം, അതിനെ നമ്മൾ വെൻട്രൽ എന്ന് വിളിക്കും. ആൻഡ് അതിന്റെ തന്നെ പുറകുവശം, അപ്പൊ അതിനെ ഡോർസൽ എന്ന് വിളിക്കും. സോ ലാറ്ററൽ സൈഡിനെ നമ്മൾ വീണ്ടും വെൻട്രലും ഡോർസലും ആക്കി. ആൻഡ് ഇനി ഡോർസലിനെ തന്നെ നമ്മൾ വീണ്ടും 3 ആക്കിയിട്ടുണ്ട്. ഒന്ന് ദിസ് വൺ ലാറ്ററൽ ഡോർസൽ ആണ്, ഇത് ലാറ്ററൽ ഡോർസൽ ആണ്. ദെൻ ദിസ് ഇസ് ലാറ്ററൽ പോസ്റ്റീരിയർ ആണ്. ആൻഡ് ഈ അവസാനത്തെ ഇങ്ങനെയുള്ള വലിയ ഭാഗത്തെ നമ്മൾ പൾവിനാർ എന്നാണ് വിളിക്കുന്നത്. പൾവിനാർ. അങ്ങനെ 3 ആക്കിയിട്ടുണ്ട്. ഇനി വെൻട്രൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസ് ഞാൻ ഇപ്പുറ സൈഡിലാണ് വെച്ചിരിക്കുന്നത്, മുൻവശത്തുള്ളതാണ്. സോ അത് നമ്മൾ 4 എണ്ണമാണ് ആക്കിയിരിക്കുന്നത്. ഒന്ന് വെൻട്രൽ ആന്റീരിയറിന്റെ സൈഡിലുള്ളതുകൊണ്ട് വെൻട്രൽ ആന്റീരിയർ അല്ലെങ്കിൽ മുൻവശത്താണ്. ദെൻ വെൻട്രൽ ലാറ്ററൽ ഉണ്ട്. ഓക്കെ. ദെൻ വെൻട്രൽ ഇന്റർമീഡിയറ്റ് ഉണ്ട്, വെൻട്രൽ ഇന്റർമീഡിയറ്റ് ആൻഡ് വെൻട്രൽ പോസ്റ്ററോ ലാറ്ററൽ. ഒരെണ്ണം വെൻട്രൽ പോസ്റ്ററോ ലാറ്ററൽ ഉണ്ട്. ആൻഡ് ഓൾസോ വെൻട്രൽ പോസ്റ്ററോ മീഡിയൽ. ഇങ്ങനെ ഇത് തന്നെ വെൻട്രൽ തന്നെ നമ്മൾ തിരിച്ചിട്ട്. സോ ഇങ്ങനെ ഇതെല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസ് ആണ്. ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസ് വിച്ച് പെർഫോംസ് ഡിഫറെന്റ് ഫംഗ്ഷൻസ്. ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ഇതല്ലാതെ കുറച്ച് ഗ്രേ മാറ്റർ ഓർ ന്യൂക്ലിയസ് ഉണ്ട്, വൈറ്റ് മാറ്റർ. സോ ഒന്ന് ഈ ഇന്റേണൽ, ഇതാണ് ഇന്റേണൽ മെഡുലറി ലാമിന, അത് വൈറ്റ് മാറ്റർ ആണ്. ഈ വൈറ്റ് മാറ്ററിൽ എംബഡഡ് ആയിട്ട് കുറച്ച് ഗ്രേ മാറ്റർ കിടപ്പുണ്ട്. ഓക്കെ. സോ ഇത് ലാമെല്ലയിലുള്ളതുകൊണ്ട് അപ്പൊ ഇതിനെ നമ്മൾ ഇത് 3 ഇന്റേണൽ ലാമെല്ലാർ ന്യൂക്ലിയ എന്നായിരിക്കും വിളിക്കുക. ഇന്റേണൽ ലാമെല്ലാർ ന്യൂക്ലിയസ് ആണ്. ഇനി ഇവിടെയുള്ള എക്സ്റ്റേണൽ ലാമെല്ലയിൽ നമുക്ക് കുറച്ച് ന്യൂക്ലിയസ് ഉണ്ട്. അതിനെ നമ്മൾ റെറ്റിക്കുലാർ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. റെറ്റിക്കുലാർ ന്യൂക്ലിയസ് അതും തലാമസിലായിട്ട് ഭാഗമായിട്ടാണ് നമുക്ക്. ഇനി ഈ മിഡിൽ ഇവിടെ വേറെ തലാമസ് ഇരിപ്പുണ്ടല്ലോ, ഇങ്ങനെ വേറെ തലാമസ് ഉണ്ട്, തമ്മിൽ ഇന്റർ തലാമിക് അഡ്ഹഷൻ ഉണ്ട്. ഇതിനിടയിൽ കുറച്ച് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് നമ്മൾ മിഡ് ലൈൻ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. മിഡ് ലൈൻ ന്യൂക്ലിയസ്. ഇനി 2 തലാമസിനും പിൻഭാഗത്ത് ഇത് പുറകുവശമാണ്, പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് ആൻഡ് ലാറ്ററൽ ആയിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. ആൻഡ് ദിസ് വൺ മീഡിയൻ ആയിട്ടുള്ളത് മീഡിയൻ ജെനിക്കുലേറ്റ് ബോഡിയാണ്. മീഡിയൻ ജെനിക്കുലേറ്റ് ബോഡി. അപ്പൊ സൈഡിലുള്ളത് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയാണ്. ഇത് നമ്മൾ കണ്ണിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ട്രാക്ട് പോകുമ്പോൾ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ വന്ന് അവസാനിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ആൻഡ് ഇതിനെ നമ്മളിപ്പോൾ മെറ്റാതലാമസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് കണക്ഷൻസ് ഓഫ് ദിസ് ന്യൂക്ലിയ, ഓരോ ന്യൂക്ലിയസിനും എവിടെ നിന്നാണ് കണക്ഷൻ. സോ അത് തന്നെയാണ് ഇതിന്റെ ഫംഗ്ഷൻസ്. ഓരോ ഭാഗത്തും പല പല ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഓരോ ന്യൂക്ലിയസിലേക്കുള്ള കണക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഫംഗ്ഷൻ. ആൻഡ് ദിസ് തലാമസിലേക്ക് ഓൾ ഫാക്ടറി ഒഴിച്ച് ബാക്കി എല്ലാ സെൻസേഷൻസും ഓർ സെൻസറി കണക്ഷൻസും തലാമസിലേക്ക് വന്നിട്ടാണ് ബ്രെയിനിന്റെ കോർട്ടക്സിലേക്ക് പോവുക. സോ ഇതിനെ നമ്മളൊരു കണക്ഷൻ സെന്റർ ഓർ കണക്ടിങ് സെന്റർ എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ബ്രെയിൻ. ഗേറ്റ് വേ ബ്രെയിൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സെറിബ്രമാണ്. ഗേറ്റ് വേ ഓഫ് സെറിബ്രം. സോ പടിപ്പുരയാണ്, സെറിബ്രൽ കോർട്ടക്സിന്റെ പടിപ്പുര. ആദ്യം ഇവിടെ ഒന്ന് കണക്ട് ചെയ്യുന്നു, ദെൻ അങ്ങോട്ടേക്ക് പോകും. ആൻഡ് മുൻഭാഗത്ത് ഈ ആന്റീരിയർ ന്യൂക്ലിയക്കുള്ള കണക്ഷൻ വരുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. ഹൈപ്പോതലാമസിലെ മെമില്ലറി ബോഡിയിൽ നിന്നാണ് ഇതിന്റെ കണക്ഷൻ ഇങ്ങോട്ടേക്ക് വരിക. ആൻഡ് ഇത് തിരിച്ചു പോകുന്നത് ലിംബിക് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യും. ആൻഡ് മീഡിയൽ ന്യൂക്ലിയ, ഈ മീഡിയൽ ന്യൂക്ലിയയിലേക്ക് വരുന്നത് ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ലിംബിക് സിസ്റ്റം ബേസൽ ഗാംഗ്ലിയ
ബേസൽ ഗാംഗ്ലിയ, വേറെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നുള്ള കണക്ഷൻ ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. പോകുന്നത് സെറിബ്രൽ കോർട്ടെക്സിലേക്കാണ് പോവുക. ഇനി ഡോർസൽ സൈഡിലോ, ഡോർസൽ സൈഡ് ഈ ഭാഗത്തിന് കണക്ഷൻസ് ഓർ ഇൻപുട്ട് കിട്ടുന്നത് വെൻട്രൽ സൈഡിൽ നിന്നാണ്. ഡോർസൽ നമ്മൾ ഇവിടെ വരച്ചിട്ടില്ല, ഇതാണ് വെൻട്രൽ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കണക്ഷൻ കിട്ടുക. തലാമസിലെ വെൻട്രൽ ഗ്രൂപ്പിൽ നിന്നാണ് കണക്ഷൻ കിട്ടുക. ആൻഡ് സെൻസറി ഇൻഫീരിയർ, ദെൻ പൾവിനാറിന് വിഷ്വൽ ഇൻഫർമേഷൻ, ഓഡിറ്ററി ഇൻഫർമേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി വെൻട്രൽ ഗ്രൂപ്പ്, ഇതാണ് വെൻട്രൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയ. വെൻട്രൽ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയസിന്റെ കണക്ഷൻ ബേസൽ ഗാംഗ്ലിയ, ബേസൽ ഗാംഗ്ലിയ എന്നുള്ള കണക്ഷൻ ഉണ്ട്. ദെൻ സെറിബ്രത്തിൽ നിന്നുള്ള കണക്ഷൻ ഉണ്ട്. പുറത്തേക്ക് പോകുന്നത് പ്രീ മോട്ടോർ ആൻഡ് മോട്ടോർ ഏരിയയ്ക്കാണ്. സോ ഇങ്ങോട്ടേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇനി VPL, ദിസ് ഈസ് VPL സെൻസറി ഇൻഫർമേഷൻ, ടച്ച്, പ്രഷർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് ഇവിടെയാണ്, VPLിലേക്കാണ് വരിക. ദെൻ VPN, ദിസ് മുഖത്തും തലഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻ സെയിം സാധനം തന്നെ ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ മുഖത്തുള്ള ഭാഗമൊന്നും വരുന്നില്ല, ഇവിടെയാണ് മുഖത്തു നിന്നൊക്കെ വരിക. ദെൻ ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി നമ്മളിപ്പോൾ ഇവിടെ സൈഡിൽ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ കണക്ഷൻ ഓപ്റ്റിക് ട്രാക്റ്റിൽ നിന്നുള്ള കണക്ഷനാണ് വരിക. 17, 18, 19ലേക്കായിരിക്കും ഇവിടെ നിന്ന് പോവുക. ദെൻ മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി വരുന്നത് ഓഡിറ്ററി ഇൻടേക്ക് ആണ്. മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി ഓഡിറ്ററി ആൻഡ് പോകുന്നത് അപ്പോൾ 41, 42 ഭാഗത്തേക്കായിരിക്കും, സെൻസറി ഏരിയാസിലേക്കായിരിക്കും പോവുക. ദെൻ ഇന്റേണൽ ലാമെല്ലാർ ന്യൂക്ലിയ, ഇവിടെ ആണെങ്കിൽ ഇന്റേണൽ ലാമെല്ലാർ ന്യൂക്ലിയ അത് റെറ്റിക്കുലാർ ഫോർമേഷനിൽ നിന്നുള്ള കണക്ഷൻസ് ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. ഇമ്പൾസ് എല്ലാം ഇവിടെ ആയിരിക്കും വരിക. സോ അപ്പോൾ നമുക്ക് ഫംഗ്ഷൻസ് പറയാം. ഞാൻ ജസ്റ്റ് ലളിതമായിട്ടാണ് പറഞ്ഞത്, എല്ലാം കൂടി ചേർത്ത് കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഡീറ്റെയിൽസ് എല്ലാം ഒഴിവാക്കിയത്. സോ ഫംഗ്ഷൻസ് പറഞ്ഞാൽ തലാമസ് ഇസ് എ റിലേ സ്റ്റേഷൻ ആയിട്ട് പറയാം. സോ റിലേ സ്റ്റേഷൻ ആണ് തലാമസ്, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. സെൻസറി ഇമ്പൾസസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് വന്നു ചേരുന്നു, ഇവിടെ നിന്ന് മറ്റ് സെൻട്രൽ ഏരിയയിലേക്കും മറ്റു ഭാഗത്തേക്കെല്ലാം കണക്ഷൻ കൊടുക്കും. സോ സെൻസറി മോട്ടോർ ഇന്റഗ്രേഷൻ കോർഡിനേഷൻ സെന്റർ ആണ് തലാമസ് എന്ന് പറയുന്നത്. ദെൻ റെറ്റിക്കുലാർ ഫോർമേഷൻ എന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുക അല്ലെ, അങ്ങനെയൊക്കെയുള്ള അലേർട്ട്നെസ്, വെയ്ക്ക്ഫുൾനെസ് ഒക്കെ ഇതിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ റീസൺ, മെമ്മറി, ഇമോഷൻസ് അതിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ദെൻ തലാമസിൽ സീഷർ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ മൊത്തം അല്ലെ, നമ്മൾ അൺകോൺഷ്യസ് ആവുന്നത് തലാമസിലൊക്കെ സീഷേഴ്സ് വന്നു കഴിഞ്ഞാലാണ്. തലാമസ് ഭാഗത്ത് ഇപ്പോൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കടുത്ത വേദന പ്രശ്നങ്ങളൊക്കെ, തലാമിക് പെയിൻ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ മതി നമുക്ക് തലാമസിനെ കുറിച്ചിട്ട്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.